ക്ലാസ് റിസൾട്ടിന് ശേഷം +1 പ്രവേശനം കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? സ്പോർട്സ് രംഗത്ത് പ്രാവീണ്യം തെളിയിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട വഴി അഡ്മിഷൻ എടുക്കാനാകും. അതിന് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചതും അംഗീകൃത സ്പോർട്സ് സംഘടനകളുടെ സർട്ടിഫിക്കറ്റും സ്കൂൾ ഗെയിം സർട്ടിഫിക്കറ്റുകളും മാത്രമേ അപേക്ഷയിൽ പരിഗണിക്കുകയുള്ളൂ. സ്കൂൾ ഗെയിം സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ഉപജില്ലാതലത്തിന് മുകളിലോട്ട് സമ്മാനം നേടിയ സർട്ടിഫിക്കറ്റുകൾ മാത്രമായിരിക്കും അപേക്ഷയിൽ പരിഗണിക്കുക. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് പ്രത്യേക ലിങ്ക് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനായി മെയ് 21 മുതൽ തന്നെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകജാലകം വെബ്സൈറ്റിന്റെ സ്പോർട്സ് അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് വഴി പ്രവേശിച്ച് പ്രത്യേകം രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം കിട്ടുന്ന സ്കോർ കാർഡുകൾ ഉപയോഗിച്ച് വീണ്ടും അപേക്ഷ ഓൺലൈനായി പൂർത്തീകരിക്കണം. ഇത് നിങ്ങൾക്ക് സ്വന്തമായും ചെയ്യാം, വേണമെങ്കിൽ അക്ഷയ സെന്ററുകൾ വഴിയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് രക്ഷിതാവും വിദ്യാർത്ഥിയും ഒപ്പുവെച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ സഹിതം ഏതെങ്കിലും സ്കൂളിന്റെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർക്ക് സമർപ്പിക്കണം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഒരു സ്പോർട്സ് ക്വാട്ടയിലേക്ക് അപേക്ഷ നൽകണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാൻ ആശംസിക്കുന്നു.